നിങ്ങൾ വളരെ ഫ്രീ ആയി നിൽക്കുന്ന ഒരു സൺഡേ, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയി ഇരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റിയൊരു പടം പറഞ്ഞു തരാം. സിനിമയുടെ പേര് KL10. അപ്പൊ ആ രജിസ്ട്രേഷൻ നമ്പർ കേട്ടാലേ അറിയാലോ ഇത് ഏത് നാട്ടിൽ നടക്കുന്ന കഥയാണെന്ന്. തീർച്ചയായും ഞാനിവിടെ ഒരുതരം റീജിയണൽ ദേശീയത ചേർത്തുകൊണ്ട് ഒരു കാര്യം പറയേണ്ടി വരും. അതായത് മലപ്പുറം കോഴിക്കോട് ഭാഗത്തിന് അപ്പുറത്തേക്കുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സൗത്ത് സൈഡിലുള്ള ആളുകൾക്ക് ഇതിപ്പോ എത്രത്തോളം കണക്ട് ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു റെഗുലർ സിനിമയുടെ കഥ പോകുന്നതിലുപരി മലപ്പുറം, അവരുടെ പന്തുകളി, അവരുടെ ഭക്ഷണത്തോടുള്ള ഇഷ്ടം, അവരുടെ ടിപ്പിക്കൽ സ്ലാങ്, അവരുടെ അറബിക് കോളേജും പെരുന്നാളും പരിപാടികളും, അങ്ങനെ ആ ഒരു കൾച്ചറൽ ഇമ്പാക്ട് ഒരുപാട് കൂടുതലുള്ള സിനിമയാണിത്. ഒരുപക്ഷെ പിൽക്കാലത്ത് ഇറങ്ങിയ സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഒതന്റിക് മലപ്പുറം പശ്ചാത്തലം നിങ്ങളെല്ലാവരും ആദ്യമായി കണ്ടതും ഒരുപക്ഷെ ആ സിനിമയിലൂടെയായിരിക്കും. എന്നാൽ അതിനും 3 വർഷങ്ങൾക്ക് മുൻപ് അത്രയ്ക്ക് അങ്ങോട്ട് ഇന്റൻസ് അല്ലെങ്കിലും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുന്ന ഒരു പ്രോപ്പർ മലപ്പുറം ഫ്ലേവറോട് കൂടിയ ഒരു റൊമാൻറ്റിക് സിനിമ, അതായിരുന്നു KL10, ഡയറക്റ്റഡ് ബൈ മുഹ്സിൻ പരാരി. പിന്നെ നമ്മുടെ സാധാരണ സിനിമകളിൽ നമ്മുടെ ലാൽ ജോസും സലീം കുമാറും ഒക്കെ നരേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ലേ, അങ്ങനെ ഒരു പരിപാടി ഇതിലുമുണ്ട്. പക്ഷെ അത് ക്യാമറക്ക് പിന്നിലിരുന്നു കൊണ്ട് വോയിസ് കൊണ്ട് മാത്രമല്ല, ഈ നരേറ്റ് ചെയ്യുന്ന ആള് ക്യാമറക്ക് മുന്നിൽ തന്നെ വരുന്നുണ്ട്. അതൊരു വെറൈറ്റി സംഭവമാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എങ്ങനെയാ, എന്നാ നിങ്ങളൊന്ന് കണ്ടോക്ക്, ചിലപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടാലോ.